നീറ്റ് പരീക്ഷ വളരെ അടുത്തെത്തി അല്ലേ? പല ആളുകളും എക്സ്ട്രീംലി ഡൗൺ ആവുന്നൊരു സമയമാണത്. ഒരു വർഷമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നു. പ്ലസ് ടുവിൻ്റെ കൂടെ അതികഠിനമായിട്ട് ഇൻ്റഗ്രേറ്റഡ് സ്കൂളായിട്ട് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ നീറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. ലാസ്റ്റ് എത്തുമ്പോൾ ഒരു ബ്ലാങ്ക് ഫീലിംഗ് നമ്മളിൽ പല ആൾക്കാർക്കും ഉണ്ടാവും അല്ലേ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാനും അതിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. പല രീതിയിലുള്ള കൺസേൺസ് നമുക്ക് ഉണ്ടാവും. നമ്മൾ പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല, പഠിച്ചതിലൊന്നും ഒരു കോൺഫിഡൻസ് ഇല്ല, പഠിച്ചതൊക്കെ മറന്നു പോകുന്നു, അല്ലെങ്കിൽ കുറേ പഠിച്ചിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. ലാസ്റ്റ് 2 വീക്സ് നമ്മൾ വളരെ ബ്ലാങ്ക് ആയിട്ട് വളരെ ഡൗൺ ആയിട്ടുള്ള ഒരു സമയമായിരിക്കും പല ആളുകൾക്കും ഉണ്ടാവുക. അത്തരക്കാരോടാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത്. വെൽക്കം ടു ദ ചാനൽ. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ മനസ്സിൽ വളരെ സമ്മിശ്രമായിട്ടുള്ള ഫീലിങ്സിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. എക്സാം ഇങ്ങോട്ട് അടുത്തെത്തി, ഇത് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ള ആങ്സൈറ്റി ഉണ്ടാകും. നമ്മളിട്ട എഫേർട്ടൊക്കെ വെറുതെ ആകുമോ, അല്ലെങ്കിൽ അതൊക്കെ അതുകൊണ്ടൊക്കെ കാര്യം ഉണ്ടാവുമോ, എനിക്ക് ലാസ്റ്റ് ആകുമ്പോഴേക്കും അത്രയും കാലം പഠിച്ചതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോവാണ്, മറന്നു പോവാണ്, മനസ്സൊരു ബ്ലാങ്ക് സ്ലേറ്റ് പോലെയാണ്, എന്ത് ചെയ്യണം എന്നറിയില്ല. ഇങ്ങനെ പല ഫീലിങ്സിലൂടെയാണ് പല ആളുകളും ഉള്ളത്. എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇതുവരെ കടന്നു വന്ന ആ ജേണിയെക്കുറിച്ച് നിങ്ങളൊന്ന് റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ പ്ലസ് ടുവിൽ നല്ല മാർക്ക് വാങ്ങി ഒരു നീറ്റ് എക്സാം എഴുതിയപ്പോഴായിരിക്കും നമ്മൾ റിയലൈസ് ചെയ്തിട്ടുണ്ടാവുക, നമ്മൾ വിചാരിച്ച പോലെയല്ല ഈ പരീക്ഷ, അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് അല്ലേ? ഒരു നിമിഷം ഇരുന്ന് നമ്മുടെ ആ ലൈഫിലുള്ള ടേണിംഗ് പോയിൻറ്റ്സിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക. ഒരു നിമിഷം ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ആദ്യം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻട്രൻസ് ഓറിയൻറ്റഡ് കോച്ചിങ്ങിന് വേണ്ടി വരുന്നത്, അങ്ങനെ വന്ന് മേ ബി ആ ഫസ്റ്റ് ക്ലാസ്സിലൊന്നും മനസ്സിലാവാതെ നമ്മളിങ്ങനെ അന്തം വിട്ടിരിക്കുന്നത് അല്ലേ? ഒരു മാസത്തോളം അല്ലെങ്കിൽ 2 മാസമൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത്, ആ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ മെല്ലെ മെല്ലെ നമ്മൾ ആ ട്രാക്കിലോട്ട് വരുന്നത്, നമ്മൾ മെല്ലെ മെല്ലെ റാങ്ക് ലിസ്റ്റ് മേലോട്ട് കയറി വരുന്നത്, നമ്മൾ ഹാർഡ് വർക്ക് എന്താണെന്ന് പഠിച്ചത്, നമ്മൾ മേ ബി ഒരു അരമണിക്കൂർ പോലും ഇരുന്ന് പഠിക്കാത്ത നമ്മൾ മണിക്കൂറുകൾ ഇരുന്ന് പ്രോബ്ലം സോൾവ് ചെയ്തത്, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ മെല്ലെ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് നോക്കുക. നമ്മുടെ ജേണി, നമ്മുടെ യാത്ര എന്നുള്ളത് ആക്ച്വലി വളരെ മനോഹരമായിരുന്നു. നിങ്ങൾ ആരായിരുന്നു എന്നാണോ നിങ്ങളുടെ മനസ്സിലുള്ളത്, ആ സങ്കല്പങ്ങളെ മുഴുവൻ ഉടച്ചു വാർത്തുകൊണ്ട്, അതൊന്നുമല്ല, ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന, ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു നമ്മളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് ആക്ച്വലി ഈ ജേണിയിലൂടെ തന്നെയാണ്. ഓക്കെ, സോ ദിസ് ജേണി വാസ് വർത്ത് ഇറ്റ്. ഈ ജേണി, ഈ ഒരു യാത്ര എന്നുള്ളത് തീർച്ചയായിട്ടും അത് വേർത്തായിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. കാരണം നമുക്ക് എൻട്രൻസ് കിട്ടിയാലും ഇല്ലെങ്കിലും, നമ്മൾ ഡോക്ടറായാലും ഇല്ലെങ്കിലും, നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സിന് എത്തിപ്പെട്ടാലും ഇല്ലെങ്കിലും, ആസ് എ പേഴ്സൺ നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ട്, ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഈ യാത്ര, നിങ്ങൾ ഇതുവരെ കടന്നു പോയ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം എന്നുള്ളത് നിങ്ങളുടെ റെസിലിയൻസിൻ്റെ, നിങ്ങളുടെ ഹാർഡ് വർക്കിങ്ങിൻ്റെ, നിങ്ങളുടെ ഡിറ്റർമിനേഷൻ്റെ ഒരു ടെസ്റ്റമെൻ്റാണ്, ഒരു സാക്ഷിയാണ് എന്ന് കാണാൻ സാധിക്കും. ഈ ഒരു ചിന്ത തന്നെ നമുക്ക് മനസ്സിൽ തരുന്നത് വലിയൊരു സമാധാനമായിരിക്കും. ഓക്കെ, നമ്മുടെ ജേണി എന്നുള്ളത് ഒരിക്കലും അത് നമ്മുടെ എൻഡ് റിസൾട്ടിനെ മാത്രം എഫക്റ്റ് ചെയ്യുന്ന ഒന്നല്ല. നമ്മൾ കടന്നു വന്ന ജേണി എന്നുള്ളത് ഇൻ ഇറ്റ്സ് എവറി മിനിറ്റ് ആസ് എ പേഴ്സൺ നമ്മളെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അതോടൊപ്പം രണ്ടാമതായി നമ്മൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി നിൽക്കുക. ഓക്കെ, നമ്മുടെ എബിലിറ്റീസിൽ, നമ്മുടെ കഴിവുകളിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരു ട്രസ്റ്റ് വേണം. നമ്മൾ കടന്നു പോയിട്ടുള്ള ആ ഒരു വഴികളിൽ നമുക്കൊരു ട്രസ്റ്റ് നിർബന്ധമായിട്ടും വേണം. നമ്മളിതുവരെ ചെയ്തൊന്നും വെറുതെ ചെയ്തതല്ല, നമുക്ക് കൃത്യമായിട്ടുള്ള മെൻറ്ററിങ് ലഭിച്ചിട്ടുണ്ട്. ഈ പരീക്ഷയ്ക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് പല ആളുകൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പറഞ്ഞു തന്നതനുസരിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഗുണകരമായിട്ട് തന്നെ വരൂ എന്നുള്ള വലിയൊരു ട്രസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്. അതാണ് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്നുള്ളത്. ഞാൻ ആർജിച്ചെടുത്ത നോളജ്, വിജ്ഞാനം എന്നുള്ളത്, ഞാൻ എക്യുപ്പ് ചെയ്തിട്ടുള്ള എൻ്റെ സ്കിൽസ്, എൻ്റെ കഴിവുകൾ എന്നുള്ളത് ഈ എക്സാം ടാക്കിൾ ചെയ്യാൻ നെസറിയാണ്. അത് ഏകദേശം ഒരു ദിവസം നമുക്കിങ്ങനെ ഇരുന്ന് മറന്നു പോകുന്നൊരു സ്കില്ലല്ല ഉള്ളത്. നമുക്കൊരു ദിവസം നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ തോന്നലനുസരിച്ച് മറന്നു പോകുന്ന നോളജ് അല്ല നമുക്കുള്ളത്. അത് നമ്മൾ മാസങ്ങളുടെ കഠിന പ്രയത്നത്തിലൂടെ നമ്മൾ എക്യുപ്പ് ചെയ്തിട്ടുള്ള, നമ്മൾ ആർജിച്ചെടുത്ത കാര്യമാണ്. അത് മറന്നു പോകുന്നുള്ള പേടിയൊന്നും ആർക്കും വേണ്ട. അതൊക്കെ നമുക്ക് ആ എക്സാം അടുക്കുമ്പോഴൊരു ആങ്സൈറ്റി മൂലം തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ്. എസെൻഷ്യലി ആ സ്കില്ല് നമുക്ക് അവിടെ ഉണ്ട്
അല്ലേ? ആ കാര്യങ്ങൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മുടെ മറ്റു പല കാര്യങ്ങളും നിർവഹിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? പല പാട്ടുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്, പല കഥകളും നമുക്ക് ഓർമ്മയുണ്ട്. അതേപോലെ നിങ്ങൾ പഠിച്ച ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓർമ്മയുണ്ട്. ഓർമ്മയില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാലും അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു ട്രസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, അതോടൊപ്പം നമ്മുടെ പ്രസൻറ്റിൽ ഫോക്കസ് ചെയ്യുക. ചുറ്റുമുള്ള നോയ്സുകളെ നമ്മൾ അടച്ചിടുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ 2 വർഷം ഞാൻ നഷ്ടപ്പെടുത്തി എന്നുള്ള ചിന്ത ഇപ്പോൾ നമുക്ക് മനസ്സിലുണ്ടായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് ഈ 14 ദിവസം വേണ്ട ചിന്ത അല്ല. അത് നമുക്ക് മേ ബി പിന്നീട് എടുക്കാം. ഓക്കെ, എൻ്റെ കൂടെയുള്ളവർ എത്രയൊക്കെയോ പഠിക്കുന്നുണ്ട്, എനിക്ക് അത്രയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന ചിന്ത കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവരവരുടെ സ്റ്റൈലിലാണ് പഠിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ സ്റ്റൈലിൽ പഠിക്കുക. ഓക്കെ, നിങ്ങളുടെ സ്റ്റൈലാണ് ഇത്രയും കാലം നിങ്ങളെ ലൈഫിൽ മുന്നോട്ട് വെച്ചത്, അല്ലാതെ അവരുടെ സ്റ്റൈലല്ലല്ലോ. അപ്പോൾ അവരുടെ സ്റ്റൈലിനെ കുറിച്ച് ആലോചിച്ച്, അവർ കുറേ പഠിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച്, അവർ കുറേ സമയം ഇരിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസ് നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റൈല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ ട്രസ്റ്റ് ചെയ്യേണ്ട സമയമാണ്. 100%, 101% നമ്മൾ അതിൽ ട്രസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടാവണം. ബാക്കിയുള്ളവരെ അനുകരിക്കേണ്ട സമയമല്ല ഇപ്പോൾ. ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് ആലോചിച്ച് അവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട സമയമല്ല ഇപ്പോൾ. ഇത് കാണുന്ന പാരൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത്, ബാക്കിയുള്ള കുട്ടികളുമായിട്ട് ഒരു നിലക്കും 1% പോലും നിങ്ങളുടെ കുട്ടികളെ കമ്പയർ ചെയ്യേണ്ട ഒരു സമയമല്ല ഇപ്പോൾ. അവർക്ക് ഈ 2 ആഴ്ച വേണ്ടത് കൃത്യമായിട്ടുള്ളൊരു മനസ്സമാധാനം, ഒരു പീസ് ഓഫ് മൈൻഡും അവരുടെ എബിലിറ്റീസിലുള്ള കഴിവുകളിലൊരു ട്രസ്റ്റുമാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ വളരെ കൃത്യമായിട്ട് വേണം. ഓക്കെ, 4ാമത് നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ട് സ്ട്രാറ്റജിക്കലി റിവൈസ് ചെയ്യുക, അതേപോലെ റെഗുലർലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. എന്താ ഇങ്ങനെ പറഞ്ഞാൽ, പുതിയ കാര്യങ്ങൾ നമുക്ക് ഈ 2 ആഴ്ച കൊണ്ട് പഠിച്ചെടുക്കാൻ സാധിക്കില്ല. ആരും 100% പെർഫെക്റ്റ് ആയിക്കൊണ്ട് നീറ്റ് പരീക്ഷയ്ക്ക് പോകുന്നില്ല എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. നമ്മുടെ പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ട്. 720-ൽ 720 മാർക്ക് കിട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാലും മനുഷ്യരാണ്, അവിടെ ഇവിടെയൊക്കെ ചില മിസ്സിങ്സ് ഉണ്ടാവാം. അതിൽ പുതിയ എന്തോ കാര്യം പഠിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ നമുക്ക് റിവൈസ് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്യാം. നമുക്ക് കുറച്ച് സമയമാണുള്ളത്, അല്ലേ? ആ കുറച്ച് സമയത്ത് നമ്മൾ പരമാവധി പ്രീവിയസ് പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, എസ്പെഷ്യലി കഴിഞ്ഞ വർഷങ്ങളിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങൾ, അത് ഏതെങ്കിലും ഒരു മോക്ക് ടെസ്റ്റ് അല്ല, കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന പേപ്പേഴ്സ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. സോ ദാറ്റ് നമുക്ക് ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ അത് വളരെ അത്യാവശ്യമാണ്. ചിലപ്പോൾ വേറെ ഏതെങ്കിലും മോക്ക് പേപ്പർ ചെയ്താൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ ടെസ്റ്റ് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ അതിൽ ഓവർലി ടഫായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും. അവിടെ എത്തുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ നമുക്ക് കിട്ടുമോ. നേരെ മറിച്ച് ഒരു പ്രീവിയസ് കഴിഞ്ഞൊരു 4-5 വർഷത്തെ നീറ്റ് പരീക്ഷക്കാണ് ആ പേപ്പേഴ്സ് ആണ് നിങ്ങളെടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ എന്താ നമുക്ക് ഫീൽ ചെയ്യുക, ഇത് ഓക്കെ അല്ലേ, എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണെന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ 2 ആഴ്ച നിങ്ങളെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുക. പാരൻസിനോട് പറയാനുള്ളത്, കുട്ടികളെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 ആഴ്ച കൊണ്ട് വലിയ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാനില്ല. പക്ഷെ നമുക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങൾ, നമുക്ക് അസുഖങ്ങളൊന്നും വരാതെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നോക്കുക എന്നുള്ളതൊക്കെയാണ്. ഇനി എന്തെങ്കിലും ചെറിയ അസുഖം ഉണ്ടെങ്കിൽ പോലും നിങ്ങളാരും ആശങ്കപ്പെടേണ്ടതില്ല. ഞാൻ റിപ്പീറ്റ് ചെയ്ത സമയത്ത് അവസാന 2 ആഴ്ച എനിക്ക് കഠിനമായിട്ടുള്ള പുറംവേദന വന്നു. പുറംവേദന എന്ന് പറഞ്ഞാൽ എനിക്ക് എണീറ്റിരിക്കാൻ സാധിക്കുന്നില്ല, ആ രീതിയിലുള്ള പുറംവേദന. കിടന്ന് ഒരു പൊസിഷനിൽ നിന്ന് മാറിയാൽ അപ്പോൾ വേദന വരും, അതും കഠിനമായിട്ടുള്ള വേദന, നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന. ഞാനിങ്ങനെ ആലോചിച്ച്, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കും, പഠിച്ചവനെ ഇത്രയും കാലം നമ്മൾ പഠിച്ചതൊക്കെ വെറുതെ ആവുന്നൊരവസ്ഥയിലോട്ടാണോ പോകുന്നത് എന്നുള്ളത്. ഞാൻ 1-2 ഡോക്ടർമാരെ, ഓർത്തോപീഡീഷ്യൻസിനെ കാണിച്ചു, മരുന്നൊക്കെ തന്നു. ആ മരുന്നൊന്നും ഫലപ്പെട്ടില്ല, അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് മാറ്റം വന്നില്ല. അവസാനം എൻ്റെ ഡോക്ടറാണ് ഉപ്പൊരു മരുന്ന് തന്നു. ആ മരുന്നിൽ എന്താണ് ദൈവത്തിൻ്റെ ഒരു അപാരമായ അനുഗ്രഹം കൊണ്ട് ആ മരുന്നുകൊണ്ട് എനിക്ക് വലിയ മാറ്റങ്ങളുണ്ടായി. എന്നാലും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയുടെ ആ ഒരു ലാസ്റ്റ് ആ പരീക്ഷ എഴുതാൻ ഞാൻ പോകുന്നത് കുറച്ചൊരു വേദനയോട് കൂടിയിട്ടാണ്. എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ എനിക്ക് ബാക്കിലെ ബെഞ്ചിലാണ് സീറ്റ് കിട്ടി. എന്താ പറയുക, എനിക്കൊന്ന് ചാരി ഇരുന്ന് എഴുതാൻ പറ്റി.
ഒന്ന് ചാരിയിരുന്ന് എൻ്റെ പുറമൊന്ന് സപ്പോർട്ട് ചെയ്ത് ചാരിയിരുന്ന് എനിക്ക് എഴുതാൻ പറ്റി. അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരാനും നമ്മളെ ഏറ്റവും നല്ലതിലോട്ട് ഗൈഡ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നമ്മളറിയാത്ത കുറേ ഇടപെടലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ പലപ്പോഴും നടക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു ഇൻസ്റ്റൻ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കുക, നല്ല വെള്ളം കുടിക്കുക, പുറത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ഈ ഒരു 2 ആഴ്ച നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല, ഒഴിവാക്കുക. നല്ല റെസ്റ്റ് എടുക്കുക, അത്യാവശ്യം ഒക്കെ ഓർമ്മ ഉണ്ടാവും, ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സക്സസ് വിഷ്വലൈസ് ചെയ്യുക. നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്, നമ്മളിങ്ങനെ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു കോട്ടിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കയറി പോകുന്ന രംഗമാണ്, അല്ലെങ്കിൽ എയിംസിൽ കയറി പോകുന്ന രംഗമാണ്. ഇത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് തന്നെയാണ് നമുക്കുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ. നിങ്ങൾ എപ്പോഴൊക്കെ ഡൗൺ ആവുന്നുണ്ടോ, നിങ്ങളെ എന്താണ്, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകൾ, നിങ്ങളുടെ നാട്ടുകാർ അവരാദരിക്കുന്ന ഒരു രംഗം, ഇവനെ കണ്ടു പഠിക്കൂ എന്ന് നിങ്ങളെ നോക്കി ആളുകൾ പറയുന്ന ഒരു രംഗം നമ്മുടെ മനസ്സിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, അത് നമുക്ക് ലൈഫിൽ തരുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ്. ഓക്കെ, അതോടൊപ്പം എനിക്ക് അവസാനമായി പറയാറുള്ളത്, ഇതൊരു മത്സര പരീക്ഷയാണ്. ഇതിൽ ആളുകൾ 20 ലക്ഷമോ 22 ലക്ഷം ആളുകൾ മത്സരിക്കുന്നത് ഏതാനും 10,000 സീറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഔട്ട്കം എന്താവട്ടെ, അതിനെ എംബ്രേസ് ചെയ്യാൻ കൂടി നമ്മൾ റെഡി ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്ത വർക്കിൽ നമ്മൾ പ്രൗഡാവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിഫറെൻറ്റ് ഐഡൻറ്റിറ്റിയിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞു. സക്സസ് എന്നുള്ള ലൈഫിലെ സക്സസ് എന്നുള്ളത് ഒരിക്കലും ഒരു എക്സാം റിസൾട്ട് കൊണ്ട് നിർണ്ണയിക്കാവുന്നൊരു കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ ഹാർഡ് വർക്കും നമ്മുടെ പേഴ്സിവറൻസും അതേപോലെ നമ്മുടെ ഗ്രോത്തും ഈ ജേണിയിൽ ഏറ്റവും പ്രധാനമായിരുന്നു. അത്തരമൊരു കാര്യം നമ്മൾ ആക്ച്വലി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്, എന്ത് സംഭവിച്ചാലും ശരി, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഷോട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ 100% വിശ്വസിക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നമുക്ക് തരുന്ന മനസ്സമാധാനം ഒരിക്കലും ചെറുതല്ല എന്നുള്ളത് പറയാം. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് ഫോർ ദി എക്സാം. നിങ്ങൾക്കുള്ള എന്തെങ്കിലും ക്വറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം, ഞാനത് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.